ഹായ് ഹലോ, എന്തെല്ലാം എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പം 2-3 ദിവസമായിട്ട് റൂം മാറലൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ എന്തെല്ലാമെന്ന് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. പല സ്ഥലത്തു നിന്നായിട്ട് ഞാൻ ഇങ്ങനെ ഓഫർ നോക്കിയാണ് വാങ്ങിച്ചത്. നമുക്ക് ആവശ്യമുള്ളത് നോക്കി, നമുക്ക് എന്താ വേണ്ടതെന്ന് നോക്കിയാണ് വാങ്ങിച്ചത്. എൻ്റെ കയ്യിൽ ഓൾറെഡി പാത്രങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഇങ്ങനെ പഴയതായതുപോലത്തതൊക്കെ മാറ്റിയിട്ട് കുറച്ചൊരു പുതിയത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഓഫർ നോക്കി വാങ്ങിച്ചതാണ്. അപ്പം പിന്നെ ഇങ്ങനെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിച്ചതൊക്കെ. അപ്പോൾ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് കണ്ട ആ ഒരു ജഗ് ടൈപ്പ് പാത്രം നമ്മളിങ്ങനെ ടേബിൾമേലൊക്കെ വെക്കുന്ന ഒരു പാത്രമാണത്. അത് ഇതിൽ കാണിച്ചത് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെക്കാമെന്നാണ്. പക്ഷേങ്കിൽ എനിക്ക് അതിനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്തിട്ടില്ല, യൂസാക്കിയിട്ടില്ല. ഒക്കെ ഈ വീഡിയോ എടുക്കുമ്പോഴാണ് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ടേബിൾ മേൽ വെച്ചിട്ട് വുഡിൻ്റെ ലിഡും അതിൻ്റെ മേലെ ഒരു ക്രിസ്റ്റലിൻ്റെ ഒരു സംഭവമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ തന്നെ വലിയ സൈസുണ്ട്, പക്ഷേ ഞാൻ ചെറുതാണ് എടുത്തത്. വലിയ സൈസ് കുറച്ചും കൂടി ഒരു തിന്നായ പോലെ ഉണ്ട്, ഒരു വെയ്റ്റ്ലെസ് ആയ പോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതെടുത്തു. പിന്നെ അതിന് 10 റിയാലാണ് വരുന്നത്. സഫാരി മോളിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ ഈ കപ്സ് കണ്ടില്ലേ, 4 ഡിഫറെൻറ്റ് ഷെയ്ഡുള്ള കപ്പാണ്. അത് ഞാൻ സഫാരി മാളിൽ നിന്ന് 10 റിയാലിനാണ് വാങ്ങിയത്. 4 എണ്ണത്തിന് 10 റിയാൽ. പിന്നെ ഈ ഒരു ഓയിൽ ഒഴിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാണിത്. ഇത് ഞാൻ ഹോം ബോക്സിൽ നിന്നാണ് വാങ്ങിച്ചത്. 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് 9 റിയാലായിരുന്നു. നല്ല ഓഫറിൽ കിട്ടിയതായിരുന്നു. അപ്പം വെളിച്ചെണ്ണയും ഓയിലും അങ്ങനെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. രണ്ടും നമ്മുടെ 1 ലിറ്ററിൻ്റെ കപ്പാസിറ്റിയുള്ള ബോട്ടിലാണ്. നല്ല വെയിറ്റ് ഉണ്ട് ഇത്. പിന്നെ നല്ലൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ലിഡുണ്ട്. പിന്നെ നമുക്ക് പിടിക്കാനുള്ളൊരു പിടി പോലത്തെ സംഭവമുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് സംഭവം. 9 റിയാലിനൊക്കെ ഇത് നല്ല വെർത്തായിട്ടുള്ളൊരു ബോട്ടിലാണിത്. അടുത്ത് വന്നിട്ട് ഞാൻ പിന്നെ സെൻറ്റർ പോയിൻ്റ് എന്ന് വാങ്ങിച്ചതാണ്. ഇതും അതുപോലെ തന്നെ ഒരു വുഡിൻ്റെ ലിഡ് വരുന്നത്, അങ്ങനത്തെ ഒരു സംഭവം. ഇതിൻ്റെ തന്നെ വേറൊരു ടൈപ്പായിരുന്നു ഞാൻ വീഡിയോയിൽ കാണിച്ചത്, നമ്മൾ സാധാരണ കണ്ടുവരുന്ന രീതിയിൽ. പക്ഷേ അത് നമ്മളെപ്പം കാണുന്ന പോലത്തെ ഒരു ടൈപ്പാണ്. ഇതൊരു ഡിഫറെൻറ്റ് തോന്നിയിട്ട് ഇത് വാങ്ങിച്ചു. ഇതിന് പെർ പീസിന് 15 റിയാലാണ്. 15. അപ്പം രണ്ടും കൂടി വരുമ്പോൾ 30 റിയാൽ. ഇത് കുഴപ്പമില്ല, അതിനുള്ള ഒരു ലുക്കുണ്ട്. പിന്നെ ഇതൊക്കെ ഹോം ബോക്സ് എന്ന് 10 റിയാലിന് വാങ്ങിച്ച സിംഗിൾ ബെഡ്ഷീറ്റാണ്. ഫിറ്റഡ് ബെഡ്ഷീറ്റാണ്, കോട്ടൺ ആണ്. പ്ലെയിൻ കളറിൽ ഇപ്പം ലാവൻഡർ, ഗ്രീന്, പിന്നെ നമ്മുടെ എന്താ പറയുക ലൈറ്റ് ഗ്രീൻ, അങ്ങനത്തെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ 10 റിയാലിന് വരുന്നതാണ്. പില്ലോ കവറില്ല, പക്ഷേ സിംഗിൾ ബെഡ്ഷീറ്റാണ്. നല്ല രസമുണ്ടാകും കുട്ടികളെ റൂമിൽ വിരിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഒരു സ്പൂണ്, ഗോൾഡൻ സ്പൂണ്, ഒരു സെറ്റിൽ 2 എണ്ണമായിട്ട് അങ്ങനെ 4 സ്പൂണാണ് വരുന്നത്. ഇതിനും 10 റിയാലാണ്. ഇത് ഞാൻ ഹോം ബോക്സ് എന്ന് വാങ്ങിച്ചതാണ്. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതും ഞാൻ ഹോം ബോക്സ് എന്ന് വാങ്ങിച്ചതാണ്. 7 റിയാൽ എങ്ങാണ്ടാണ് ഇതിൻ്റെ റേറ്റ്. അതും നല്ലൊരു സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള സ്പൂണൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇത് നമ്മുടെ സ്പൂണ്, ഫോർക്ക്, നൈഫ് അങ്ങനത്തെ ഒക്കെ ആയിട്ടുള്ള ഒരു സെറ്റായിട്ട് ബോട്ടിൽ വരുന്നതാണ്. നമ്മൾ ബോട്ടിൽ സീൽ ചെയ്തിട്ടാണ് ഉണ്ടാവുക, അതുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടില്ല. ഇതിന് 10 റിയാലാണ് വരുന്നത്. പിന്നെ ക്വാളിറ്റി വൈസ് ഇത് വലിയ ക്വാളിറ്റി ഒന്നുമില്ല. പെട്ടെന്ന് ആ പിടിയൊക്കെ ഊരി വരാൻ ചാൻസ് ഉണ്ട്.
പക്ഷെങ്കിൽ ഒരു നമുക്ക് എന്താ ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാനൊക്കെ ഈ ഒരു ഇത് ഉപയോഗിക്കാം. ഡെയിലി യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കറ വരാനും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു മെഷറിങ് കപ്പ്, ഇതെനിക്ക് ആവശ്യമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ ഗ്ലാസ്സിലൊക്കെ ആയിരുന്നു അളന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചു. അതിനെന്താ 4 റിയാൽ അങ്ങാണ്ടാണ്. അത് ഞാൻ ഹോം ബോക്സിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ഈ ഒരു കട്ടിംഗ് ബോർഡ്, ഇതല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. മറ്റേ നമ്മുടെ ഒരു ഈ പിടിയുള്ള ടൈപ്പ് അങ്ങനത്തെ ഒരു സംഭവമില്ലേ, അതായിരുന്നു. പക്ഷെ അതിൻ്റെ കളറ്, അവിടെയുള്ള കളർ എനിക്കിഷ്ടമായിട്ട് ഇതാണ് എടുത്തത്. ആ പിടിയുള്ള ടൈപ്പ് ഇവിടെ ഒരു അടുത്തുള്ളൊരു ഹൈപ്പർ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. അത് വാങ്ങിക്കണം ഇൻഷാ അല്ലാ. പിന്നെ ഇതാ നേരത്തെ കാണിച്ച ഈ ഒരു ഓയിൽ ഒഴിച്ച് വെക്കുന്ന ബോട്ടിലൊക്കെ വെക്കാൻ ഉള്ളൊരു വുഡിൻ്റെ ഒരു ബോക്സാണിത്. ഇത് 17 റിയാലാണ്. ഇതും ഹോം ബോക്സിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ഇത് ഈ ഒരു ബൗള്, ഇത് ഞാൻ അധികം യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണാമെന്നാണ്. നല്ല ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു യൂട്യൂബർ വീഡിയോസിലൊക്കെ കാണാറുണ്ട്. നമുക്ക് എന്തെങ്കിലും റൈസൊക്കെ ഇട്ട് വെക്കാനും എന്തെങ്കിലും കുറച്ച് നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല അത്ര വെക്കാനും വെയിറ്റൊന്നുമില്ല, പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ട്. നമുക്ക് ടേബിളിലൊക്കെ റൈസൊക്കെ ഇട്ട് കൊണ്ടുപോയി വെക്കാൻ പറ്റിയൊരു ബൗളാണത്. പിന്നെ അത് ഈ ഒരു സെറാമിക്കിൻ്റെ ഒരു ചട്ടി, ഇതിൽ കുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇത് ഞാൻ ഹോം ബോക്സിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. 17 റിയാൽ അങ്ങനെ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ മീൻ കറി അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ എന്തെങ്കിലും അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ട് ടേബിളിൽ കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന, നമുക്ക് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിയത്. കുക്ക് ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ടീ ഷുഗർ പോട്ട് വൈറ്റ്, ഇത് ഞാൻ ഇപ്പം എല്ലാവരുടെ കിച്ചൺ അങ്ങനത്തെ ഇതിലൊക്കെ കാണാം, കിച്ചണിൽ കാണാം ഈ ഒരു ബോട്ടിൽ. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഹൈറ്റ് ഉള്ളതായിരുന്നു വേണ്ടത്. ഇതിന് എന്താ 250 കപ്പാസിറ്റിയേ ഉള്ളൂ. ഇത് ഞാൻ ഡൈസോ ജപ്പാൻ എന്നാണ് വാങ്ങിച്ചത്. ഓഫർ കണ്ടപ്പോൾ ചാടി വീണ് വാങ്ങിച്ചതാണ്. പക്ഷേങ്കിൽ ഇതിൽ എന്താ പറയുക, കുറച്ചുകൂടി ഹൈറ്റുള്ളതായിരുന്നു വേണ്ടത്. നമ്മൾ ഷുഗർ ടീ പൗഡറൊക്കെ ഇട്ട് വെക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ദിവസത്തേക്കുള്ളതെല്ലാം ഇടുക. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്യേണ്ടി വരും തോന്നും. എന്നാലും കുഴപ്പമില്ല, ഓഫർ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഇനിയിപ്പം ഷുഗറും ടീ പൗഡർ ഇട്ടിട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇടാമല്ലോ, അങ്ങനെ വിചാരിച്ച് വാങ്ങിച്ചതാണ്. ഇതിൻ്റെത് 3 എണ്ണമാണ് വാങ്ങിച്ചത്. 2 എണ്ണം സെറ്റായിട്ടും കിട്ടി, 1 സെപ്പറേറ്റ് ആയിട്ടും കിട്ടി. ഇതിന് അവിടെ പെർ പീസിന് 9 റിയാൽ അങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. മറ്റിടത്തൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ഇനി ഇൻഷാല്ലാ കുറച്ച് ഹൈറ്റ് ഉള്ളത്, കുറച്ചും കൂടി ഒരു 500 ഒരു കപ്പാസിറ്റി ഉള്ള ബോട്ടിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ മേടിക്കണം. ഇതിപ്പം ഷുഗറും സോൾട്ടും പിന്നെ ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ളതാണ് കിട്ടിയത്. ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെയാണ്, പക്ഷെ കൈ കിട്ടിയപ്പോൾ ഇങ്ങനെയായി. കുഴപ്പമില്ല, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയാണ്. പിന്നെ ഞാൻ സഫാരി മോളിൽ നിന്ന് തന്നെ മേടിച്ച ഒരു ബൗളാണിത്. ഇത് നമുക്ക് മൈക്രോവേവ് അങ്ങനെയായിട്ടുള്ളൊരു ബൗളാണ്. നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ലിഡ് വരുന്നുണ്ട്, 3 സെറ്റ് ബൗള് അങ്ങനെയായിട്ടാണ് ഇത് വരുന്നത്. ഇതെന്ന് വെച്ചാൽ ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചത് എന്തെങ്കിലും ഫുഡെല്ലാം ബാക്കിയുണ്ടെങ്കിലോ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാണ്ട് കുറച്ച് നേരം പുറത്തൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റായിട്ട് നമുക്ക് യൂസ് ആക്കാം. ഈ പ്ലാസ്റ്റിക്കിൽ വെക്കുമ്പോൾ അതിൻ്റെ ഫുഡിൻ്റെ കളറ് പെട്ടെന്ന് ഈ പ്ലാസ്റ്റിക്കിലേക്ക് പിടിക്കാനുള്ളൊരിതുണ്ട്. അപ്പം ഞാൻ ഫുഡ് ഐറ്റംസ് ഇങ്ങനത്തതൊന്നും പ്ലാസ്റ്റിക് അങ്ങനത്തെ ഇതിലൊന്നും വെക്കാണ്ട് ഇങ്ങനത്തെ ഗ്ലാസിൻ്റെ ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത്. ഇത് 3 സൈസിലാണ് വരുന്നത്. ഒരു വലുത് ചെറുത് അങ്ങനെയായിട്ട് 3 എണ്ണമായിട്ട്. ഈ ഗ്ലാസ് ബൗൾ നമുക്ക് ഓവനിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. പിന്നെ അത്യാവശ്യം നമുക്ക് ടേബിൾ മേലൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവെക്കാം, അങ്ങനെ തന്നെ കൊണ്ടുവെക്കാം. നല്ല ടൈറ്റായിട്ടുള്ള ലിഡുമാണ്. പിന്നെ ഇതാ ഈ ഒരു കറി ബൗള്, ലിഡ് വരുന്നൊരു കറി ബൗള്. ഇതിന് 20 റിയാലാണ്. ഇത് ഞാൻ സഫാരി മോളിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇങ്ങനത്തെ തന്നെ ഒരു പീസും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒന്ന് വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ വീണ്ടും പോയിട്ട് അങ്ങനത്തെ വാങ്ങിച്ചതാണ്. പിന്നെ അതാ നേരത്തെ കാണിച്ചതുപോലെ തന്നെയുള്ള നമ്മുടെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസിൻ്റെ കണ്ടെയ്നർ ബോക്സ്. ഇത് ഞാൻ സഫാരി മോളിൽ നിന്ന് 10 റിയാൽ കൊടുത്ത് വാങ്ങിച്ചതാണ്.
ഇങ്ങനത്തെ ഞാൻ അത്യാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് നമ്മൾ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ബാക്കിയൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ അങ്ങനത്തതിനൊക്കെ നമുക്ക് യൂസാക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. നേരത്തെ കാണിച്ച ടൈപ്പിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വുഡിൻ്റെ ലിഡ് വരുന്നൊരു സംഭവമാണ്, സ്ക്വയർ ടൈപ്പായിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് ഓവണിലും വെക്കാം, അത്യാവശ്യം ഓവണിലും വെക്കാം, ടേബിളിലും പ്രസൻറ്റ് ചെയ്യാം. നമുക്ക് ഫുഡൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാനോ അല്ല പുറത്ത് തന്നെ വെക്കുമ്പോൾ നല്ല സേഫായിട്ട് നമുക്ക് ചൂടുള്ളതൊന്നും ഇട്ട് കഴിഞ്ഞാലും പ്രശ്നമില്ലല്ലോ. പ്ലാസ്റ്റിക്കിലെല്ലാം ഇടുമ്പം കുറച്ചും കൂടി ഒരു ഇതായിരിക്കുമല്ലോ, അങ്ങനെ കരുതി ഞാൻ വാങ്ങിച്ചതാണിത്. പിന്നെ അതാ നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നുകൂടി വാങ്ങിച്ചിരിക്കുന്നത്, അതാണിത്. ഒരു നമ്മളൊരു ബ്രൗൺ ഗ്രീൻ ടിൻഡഡായിട്ടുള്ളൊരു കളറിൽ വരുന്നതാണ്. നല്ല രസമുണ്ട്, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിറ്റ് ഉണ്ട്, ക്വാളിറ്റി. പിന്നെ ഗ്ലാസിൻ്റെതാണ്. നമ്മൾ കറിയൊക്കെ ഇട്ട് വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ സേഫായിട്ട് അങ്ങ് ഇരിക്കും. അങ്ങനെ പിന്നെ ഇവിടെ അൻസാർ ഗാലറിയിൽ കഴിഞ്ഞ 9-ാം തീയതി നവംബർ 9-ന് ഒരു ഓഫർ എടുക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് 1 ഡേ മാത്രം നമ്മൾ എടുക്കുന്നതിൻ്റെ സാധനത്തിൻ്റെ ഹാഫ് പേ ബാക്ക് ചെയ്താൽ മതി. അങ്ങനെ അവിടെ പോയതായിരുന്നു. എന്താ പറയുക, മൊത്തത്തിലെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ച് പോയത്. പക്ഷേങ്കിൽ വാങ്ങൽ എങ്ങനെയെങ്കിലും നടക്കും. ബില്ലിങ് സെക്ഷന് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അതുകൊണ്ട് കിട്ടിയത് കൊണ്ട് അൽഹംദുലില്ലാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു പ്ലേറ്റും ഈ അങ്ങനത്തെ സെറ്റായിരുന്നു എടുത്തത്. നല്ല രസമുണ്ടായിരുന്നു, ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. എന്തെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. പക്ഷേങ്കിൽ ബില്ലിങ് ഒരുപാട് തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഇതുകൊണ്ട് ഒപ്പിച്ചു 6 പ്ലേറ്റും 2 ഈ ഒരു ഫ്രൂട്ട് ബൗളാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണും ഇതൊക്കെ ഇതായിട്ട് വരുന്ന ഈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.